നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും അറസ്റ്റിന് വിധേയരായ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും കേന്ദ്ര സർക്കാരും ഇടപെടൽ നടത്താൻ തയ്യാറാകുന്നില്ലെന്ന് KCYM സംസ്ഥാന സെക്രട്ടറി വിപിൻ ജോസഫ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കായി മാത്രം കണക്കാക്കുകയും മതസ്വാതന്ത്ര്യത്തെ വർഗീയതയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മതപരിവർത്തന നിയമത്തിന്റെ മറവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നിരിക്കെ ചെറുവിരൽ അനക്കാൻ പോലും ശ്രമിക്കാത്ത സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വിഭാഗം എന്ത് ന്യൂനപക്ഷ ക്ഷേമമാണ് ലക്ഷ്യം വെക്കുന്നതെന്നുകൂടി വ്യക്തമാക്കണമെന്നും വിപിൻ ജോസഫ് പറഞ്ഞു. ജീവിതത്തിൽ മറക്കാനാവാത്ത ബാലപാഠങ്ങൾ പകർന്നു നൽകി വിശ്വാസ വഴികളിൽ തണലായ ഇടുക്കി രൂപതയിലെ വയോജനങ്ങൾക്കായി KCYM ഇടുക്കി രൂപത സമിതിയുടെ നേതൃത്വത്തിൽ KCYM പാണ്ടിപ്പാറ യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ കൂടെ എന്ന പേരിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ജീവിതത്തിന്റെ നാൾ വഴികളിൽ അവഗണിക്കപ്പെട്ടു പോകേണ്ടതല്ല വാർദ്ധക്യമെന്നും മറിച്ച് ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ നെറ്റിയിൽ കുരിശായും നാവിൽ സ്തുതിയായും പകർന്നു നൽകിയവരെ ആദരവോടുകൂടെ ചേർത്ത് നിർത്തുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. യോഗത്തിൽ KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് സാം സണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടുക്കി രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ മാർട്ടിൻ പൊൻപനാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, ഫാദർ തോമസ് പഞ്ഞിക്കുന്നേൽ എന്നിവർ സാന്നിധ്യം അറിയിക്കുകയും വയോധികരെ പൊന്നാടിയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള സായുധ സംഘം പള്ളി ആക്രമിക്കുകയും 34 വിശ്വാസികളെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തെ അപലപിച്ച് ലിയോ 14 മാർപ്പാപ്പ ജൂലൈ 27 ഞായറാഴ്ച വടക്കു പടിഞ്ഞാറൻ DRCയിലെ ഇറ്റൂരി പ്രവിശ്യയിലെ കൊമാണ്ടയിലുള്ള ബീറ്റ അനുവാരിച്ച് ഇടവകയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഒരു സായുധ സംഘം അതിക്രമിച്ചു കയറുകയും പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികളെ കൊലപ്പെടുത്തുകയുമായിരുന്നു. കർദിനാൾ പിയട്രോ പരോളിനൊപ്പിട്ട അനുശോചന ടെലഗ്രാം സന്ദേശത്തിൽ ലിയോ 14 മാർപ്പാപ്പ കൂട്ടക്കൊലയിൽ തന്റെ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ മിഷൻ മേഖലയെന്ന് നടൻ ജോനാഥൻ റൂമി. ദി ചോസൺ എന്ന ഹിറ്റ് പരമ്പരയിലെ യേശുവിന്റെ വേഷത്തിലൂടെ പ്രശസ്തനായ നടൻ റൂമി ഡിജിറ്റൽ മിഷണറിമാരുടെ ജൂബിലിക്കായി റോമിൽ ഒത്തുകൂടിയവർക്ക് തിങ്കളാഴ്ച അയച്ച വീഡിയോ സന്ദേശത്തിലാണ് ഇപ്രകാരം പറഞ്ഞത്. ഡിജിറ്റൽ മിഷണറിമാരുടെ ജൂബിലി വേളയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ, വർക്ക്ഷോപ്പുകൾ, പ്രഭാഷണങ്ങൾ എന്നിവ ഉൾപ്പെടും. നിരവധി പേരാണ് വത്തിക്കാനിൽ ജൂബിലി ആഘോഷങ്ങൾക്കായി എത്തുന്നത്. 1 മാസത്തിലേറെയായി തടവിൽ കഴിഞ്ഞ അഗസ്തീനിയൻ വൈദികൻ മോചിതനായി. ഫാദർ കാർലോസ് സോൾ ജെയിംസ് ആണ് മോചിതനായത്. വിയോട്ട മുനിസിപ്പാലിറ്റിയിൽ ജൂൺ 17 മുതലായിരുന്നു വൈദികനെ കാണാതായത്. അതേ ദിവസം തന്നെ അദ്ദേഹത്തെ കണ്ടെത്തുവാനുള്ള ശ്രമവും ആരംഭിച്ചിരുന്നു. ദുഷ്കരമായ ഈ ദിവസങ്ങളിൽ വൈദികനെ താങ്ങി നിർത്തിയതിനും പ്രാർത്ഥനയിൽ പങ്കുചേർത്തവർക്കും അഗസ്തീനിയൻ സന്യാസ സമൂഹം അവരുടെ പ്രസ്താവനയിലൂടെ നന്ദി അറിയിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.